അമ്മായി എന്തിട്ടുമ്മ അച്ചോ ചേച്ചേ അച്ചോ അമ്മ വിഷമിച്ചിരിക്കും ടെൻഷൻ അടിക്കാതിന് അമ്മ കരയാണ് അത്ര തന്നെ അമ്മ കരയാണോ അമ്മേ? അമ്മേ നാർത്തോടല്ലേ എന്നെ എന്താ കാര്യം എന്താന്ന് പറ. അമ്മ കാര്യം എന്തെന്ന് പറയുമ്പോ അവർ നമ്മളെ കൂടെ ടെൻഷൻ എന്താണ് അമ്മ ഒന്ന് കരയുന്നു, കാര്യം പറയാനുള്ള. അമ്മ അറിയണ എന്തിനാ പറയണേ? ആ കരയുടെ കണ്ണീര് തുടച്ചോട് പോ. അച്ഛൻ വെറുതെ കണിച്ചോരത്തെ സംസാരിക്കരുത് കേട്ടാ. പിള്ളേരെ ഇത് വേറെ ഒന്നുമല്ല, വലിയ മാനേജർ ചേർന്ന് സുഷേമരെ പോയി ഉടങ്ങി കൊടുത്തു. കണ്ണിവിടെ അടിച്ച് പിരിച്ച് ചങ്കല്ലേ, ചങ്ക് പ്രോ അല്ലേ, അതുകൊണ്ട് ഇത് കരയാണ്. ആണാമേ? ഞാൻ അവളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എല്ലാം പറഞ്ഞു കൊടുത്തത്. നിങ്ങൾക്കറിയാമോ, സുഷമയെ മാറ്റാനിരുന്നതാ MD. ഞാനാ പറഞ്ഞത് അവളെ മാറ്റരുതെന്ന്. എന്റെ നിർബന്ധത്തിൽ അവനെ അവളെ മാറ്റാതെ വെച്ചിരിക്കണേ അവിടെ. കരയല്ലമ്മ, ഈ കാര്യം സുഷമാൻറ്റിക്ക് അറിയോ? ഇല്ല. അതിപ്പോ എന്താ പറയാത്തെ? പറയാനായിട്ട് അവളെ എന്റെ മുഖത്ത് നോക്കണമല്ലോ, നോക്കലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്ന് രാവിലെ അവളുടെ അവളെ എന്നോട് മിണ്ടണില്ല. എത്ര പ്രാവശ്യം ഞാൻ അവളുടെ മിണ്ടാൻ ചെന്നെന്ന് അറിയാമോ? ഈ സുഷമാന്റെ എന്തുറ്റി? അവള് ഓഫീസിലെ സ്റ്റാഫിന്റെ അടുത്തൊക്കെ എന്നെ പറ്റി എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തെന്ന് അറിയാവോ? ഞാൻ ഇത് നേരത്തെ പ്രതീക്ഷയാണ്, പക്ഷേ ഇത് കുറച്ച് താമസിച്ചുപോയി. അച്ഛൻ ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഇനി കിട്ടിയതും വെച്ച് മിണ്ടായിരിക്കാനേ പറ്റൂ. അമ്മ സുഷമാന്റെ അമ്മേനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞതെന്ന് പറ. അതുപോലെ ഇനി അതിൽ പിടിച്ച് ഓപ്പറേഷൻ നടത്തണ്ട. സുഷാമ്മയ്ക്ക് സുഷേമര വഴി, നീലുവിന്റെ വഴി, അത്രേ ഉള്ളൂ. അതേയുള്ളൂ. എന്നാലും സുഷമാന്റെ എന്താ പറഞ്ഞാന്ന് അറിയണമല്ലോ. പറമ്മ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഞാൻ ഓഫീസിലെ എല്ലാവരുടെ അടുത്തും പാവത്തെ പോലെ കാണിക്കുന്നത് അഭിനയിക്കുകയാണെന്ന്. ഞാൻ വലിയ തറവാടിയാണെന്നുള്ള അഹങ്കാരം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന്. അത് വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോടൊക്കെ കാണിക്കുന്നത് അഭിനയമാണ്, എല്ലാവരോടും എനിക്ക് വെറുപ്പാന്ന്. പിന്നെ അവൾ പറഞ്ഞ് MDയുടെ അടുത്ത് അവളെപ്പറ്റി ഞാൻ ഓരോ കുറ്റങ്ങളും പറഞ്ഞു കൊടുത്ത് ഞാൻ അവളെ ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ നോക്കുകയാണെന്ന്. നിങ്ങൾക്കറിയാമോ, ഞാൻ അവളുടെ വഴക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവൾ എന്നോട് മിണ്ടാതിരിക്കണോണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ 4 മണിക്ക് ആ ചായക്കട കയറി ചെന്നിട്ട് അവിടുന്ന് ഉഴുന്നോടെ മേടിച്ചിട്ട് അവൾക്ക് കൊണ്ടു കൊടുത്ത്. അവളെല്ലാവരും ഉഴുന്നോടെ അടുത്ത് വലിച്ചെറിച്ചേക്കുന്നത് പുറത്തോട്ട്. ആ സുഷമാൻ കാണിച്ചത് ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇവളെ ജോലി അവൾ ചെയ്യുന്നു, അവളെ ജോലി അവൾ ചെയ്യുന്നു. TV വാങ്ങിച്ചു കൊടുക്കുന്നു, ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുക്കുന്നു. കുട്ടപ്പിള്ളേരെ മോളെ നിർത്തിക്കോണം കേട്ടാ, ഇതോടെ നിർത്തിക്കോണം. വലിയ ഒരുക്കം വരുന്നതായിട്ടാണ് പോയത്. കരഞ്ഞ് പോയി തിരിച്ചു നേറിയിരിക്കുന്നു. ഇനി ഇവിടെ കാര്യമുണ്ടല്ലോ, ആടി പോയി ആടി. ഞാൻ അവളെ കണ്ടത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളെ പോലെ ഒന്നുമല്ല, എന്റെ കൂടെ പുറപ്പിനെ പോലെ ഞാൻ അവളെ എപ്പോഴും കണ്ടിട്ടുള്ളൂ. അച്ഛൻ പോയേ ഓരോ കുറ്റങ്ങള് ഞാൻ മനഃപൂർവ്വം കുറ്റമൊന്നും പറഞ്ഞു കൊടുത്തല്ല. അവള് ജോലിയിൽ കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത് MDയുടെ അടുത്ത്. അച്ഛനൊന്നും മിണ്ടാണ്ടിരിക്കോ? അച്ഛന്ന് എത്ര നേരമായിട്ട് ഞങ്ങൾ പറയണത് മിണ്ടാണ്ടിരിക്കോ? നേരത്തെ പ്രതീക്ഷ അമ്മ അമ്മയ്ക്ക് ഇപ്പൊ സുഷമാന്റെ സ്വഭാവം മനസ്സിലായല്ല. ഇനി വലിഞ്ഞു കയറി എങ്ങാനും അമ്മ മിണ്ടാൻ പോയാ ഇനി എവള് പോകും. എവള് ഇപ്പൊ തന്നെ വിളിക്കും. ശരിയാവും. അമ്മ കരയുമ്പോ അമ്മ ഇനി കരഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കലിപ്പാവും കേട്ടാ. അമ്മ വിഷമിക്കല്ലേ, നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, നമ്മൾ നല്ലതല്ലേ ചെയ്തുള്ളൂ. നമുക്ക് മുകളിൽ വേറൊരാളുണ്ടെന്ന് വിചാരിച്ച് ജീവിക്കണ നമ്മളൊക്കെ. അമ്മ വിഷമിക്കില്ല, കാലം സത്യം തെളിയിക്കും. കരയില്ലേ പ്ലീസ്.